മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും. അത് യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിക്കും. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട നിൽക്കുകയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കാണുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. ഇത് നടന്നേ തീരൂ.